ഹായ് ഓൾ, എല്ലാവർക്കും നെക്സാലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഒരു വലിയ ലോങ് വീഡിയോ ഈ ചാനൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്ത സബ്ജക്റ്റും കുറേ നാളത്തെ ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഡോയ്ച്ച് മിറ്റ് സച്ചിനിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണമാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പലർക്കും, അത് ഇപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഭാവിയിലുള്ളവർക്കായിക്കോട്ടെ, ഉപകാരപ്പെടുന്നതായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സോ നിങ്ങൾ ഒരുപക്ഷെ വീഡിയോയുടെ തമ്പുനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യം ഈ കഴിഞ്ഞ 8 വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ജോലി സാധ്യതകളും, അതേപോലെ തന്നെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് പോയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്നുള്ളതും, ഒരു നേഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിക്കാതെ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിച്ചാലുള്ള ഗുണവും ദോഷവശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് 2 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഉള്ളടക്കം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ വേറെ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല റീസൺസുകളുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാറുള്ളത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എത്രയോ പോയി, ഇനി എൻ്റെ മക്കൾക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെയുള്ള കാരണങ്ങളാണ് പലപ്പോഴും ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാറുള്ളത്. അത് സത്യമാണ് താനും. നമ്മളൊക്കെ ഒരു രാജ്യത്ത് പോകുന്നു, നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നു, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു, അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നു, ജീവിതത്തിൽ സന്തോഷം വരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ GCC പോലെയുള്ള രാജ്യങ്ങളിൽ പോകുന്നതും. ഇപ്പം ഒരു യൂറോപ്യൻ ട്രെൻഡ്സ് അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ ഒരു ട്രെൻഡൊക്കെ ആയിട്ട് വന്നു നിൽക്കുന്നത്. ഇതൊക്കെ ഈ റീസെൻ്റായിട്ട് വന്നതാണ്. പണ്ടൊക്കെ എല്ലാവരും, ഇപ്പം ഞാനൊരു മലബാറുകാരനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പകുതി മുക്കാൽ പേര് തന്നെ ഗൾഫിനെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വലിയ ട്രെൻഡിങ്ങാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാടൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം ഈ ഗൾഫിൽ പോയി അധ്വാനിച്ച പ്രവാസികൾ കാരണമാണ്. കാരണം നല്ല വീടുകൾ, സ്ഥലങ്ങളൊക്കെ വന്നതൊക്കെ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ അവരങ്ങ് പോയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷമായിക്കോട്ടെ, 2017 ശേഷമൊക്കെ ആൾക്കാരൊക്കെ വിദേശം, അതായത് യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എന്നാലും ഈ ജർമ്മനി എന്നൊരു രാജ്യം കുറച്ച് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഒന്നെങ്കിൽ UK, അല്ലെങ്കിൽ അയർലൻഡ്, അല്ലെങ്കിൽ ഈവൻ കാനഡ ഒരു ട്രെൻഡിങ്. പക്ഷേ ഇപ്പോഴെല്ലാവരും ഒരു ജർമ്മനി എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരിലുള്ള ആ ഒരു ജർമ്മൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 2011 ഞാൻ ജർമ്മനി പോകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊന്നും, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ മുക്കിലും മൂലയ്ക്കും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവരൊക്കെ അബ്രോഡ് സ്റ്റഡീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ അന്ന് പോയപ്പം ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഇന്ദിരാനഗറിലായിരുന്നു ഞങ്ങൾ ലാംഗ്വേജ് പഠനമൊക്കെ വന്നത്. പക്ഷേ ഇപ്പം കേരളത്തിൽ ഇഷ്ടംപോലെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസാണ്. അത് ലാംഗ്വേജ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി സാധ്യതകളുള്ളൂ. അതേപോലെ തന്നെ ഈ കേരളത്തിലുള്ള പോലെ ഒരു 10-15 ഡിഗ്രികളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ജോലി കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ലിൽ നമ്മൾ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് ലാംഗ്വേജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി ജോലി കിട്ടും. അതിനാർക്കും തടയിടാനൊന്നും പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ആദ്യമേ തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നേഴ്സിങ്ങിനെ കുറിച്ചാണ്, നേഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ചാണ്. അതിനെല്ലാം കോമൺ ആയിട്ട് നമുക്ക് ഹെൽത്ത് കെയർ എന്ന് പറയാം. സോ ജർമ്മനിയിൽ ഇവിടുന്ന്, അതായത് സ്വന്തം നാട്ടിൽ നേഴ്സായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിച്ച്, ഇന്ത്യയിൽ പഠിച്ച്
ജർമ്മനി ജോലിക്ക് പോകുന്നവരും ഉണ്ട്. ഇത് +1 +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനി പോയി 3 വർഷത്തെ നേഴ്സിംഗ്, അതായത് സോ കോൾഡ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുമുണ്ട്. ഇത് രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇത് രണ്ടും വേറെ വേറെയാണ്. ഫസ്റ്റ് കാറ്റഗറി നമ്മുടെ നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മംഗലാപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നല്ല നല്ല സ്കൂളുകളിൽ പഠിച്ച് നേഴ്സായി, അതേപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ 42 വയസ്സിൽ കുറവ് അവർ പറയാറുണ്ട്. 42 വയസ്സാണ് ഏജ് എന്നൊക്കെ, മാക്സിമം ഏജ് അതിനുള്ള കുറവിൽ ഉള്ള ആൾക്കാർ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനി ചെല്ലുന്നു, ഒന്നാമത്തെ കാറ്റഗറി. അതേപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ മാത്രമാവണമെന്നില്ല, വിദേശത്ത് ഇപ്പം GCC പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടുന്ന് നേരെ ജർമ്മനിക്ക് ചാടുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം ലാംഗ്വേജ് പ്രൊഫഷൻസി B2 കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവർക്ക് അവിടുത്തെ ജർമ്മൻ്റെ എക്സാമുകളുണ്ട്. അതായത് രജിസ്റ്റേർഡ് നേഴ്സാവുന്ന അൻപാസും അല്ലെങ്കിൽ കെന്നീസെ പ്രൂഫുകൾ എക്സാമുകൾ അവരോടൊന്ന് പാസ്സായാൽ മാത്രമേ അവർക്ക് നല്ലൊരു സാലറി കിട്ടുകയും, അല്ലെങ്കിൽ ഉള്ള സാലറിയിൽ നിന്ന് കുറച്ച് നമുക്കൊരു 300 to 500 യൂറോസ് ഇൻക്രീസ് വരുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നാമത്തെ കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സാധാരണ +2 കഴിഞ്ഞ ഒരു കൊച്ച് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നു, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു, A1 A2 B1 B2 പഠിക്കുന്നു. എന്നിട്ട് ഗ്യോത്തെ സെൻറ്ററത്തിൽ, അതായത് ഗ്യോത്തയാണ്, അല്ലെങ്കിൽ ഇപ്പം ടെൽക്ക് വന്നിട്ടുണ്ട്, OST വന്നിട്ടുണ്ട്, ECL വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റുകൾ, ലാംഗ്വേജ് എക്സാമുകൾ കഴിഞ്ഞ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നേടിയിട്ട് അവർ ജർമ്മനിക്ക് പോകുന്നു. എന്നിട്ട് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നവരുണ്ട്. എന്നാൽ ഡയറക്റ്റ് അല്ലാതെ ആദ്യം ഒരു 4-5 മാസം FSJ ഫ്രൈവില്ലിഗ സോഷ്യാലസ് യാർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് കയറുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് തന്നെ വിത്തൗട്ട് എനി പ്രയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ കോഴ്സിന് കയറുന്ന കുട്ടികളെയും അതേപോലെ തന്നെ കോഴ്സ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി ക്വസ്റ്റ്യനാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു, ആര് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ചോദ്യം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലേക്ക് പോകാൻ നമുക്ക് പല വഴികളുണ്ട്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ട് ഒരു രാജ്യത്തിലേക്ക് പോകുന്നു? ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നല്ലൊരു ജീവിത രീതി അല്ലെങ്കിൽ നല്ലൊരു ജീവിത സാഹചര്യം എനിക്കും അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കുടുംബമൊക്കെ നാട്ടിൽ നിർത്തി നമ്മൾ വേറെ രാജ്യത്തിലേക്ക് കുടിയേറി പാർക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ രാജ്യത്ത് ചെന്നിട്ട് പരമാവധി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ, എൻ്റെ ആരോഗ്യം മുഴുവൻ കൊടുത്ത് ഞാൻ വർക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ഏൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? സോ അല്ലാത്തവർക്ക് അവിടെ ഇപ്പം നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് മോസ്റ്റ്ലി എല്ലാവരും എയിം ചെയ്യുന്നത്, അല്ലേ? അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ അബ്രോഡ് പോകുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയം വഴി പോയി പ്രോപ്പറായിട്ട് ലൈഫ് എത്രയും പെട്ടെന്ന് സെറ്റിലാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സെറ്റിലാക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്കിപ്പം അവിടെ ചെന്നു പിന്നെ അവിടെയും നൂലാമാലകളായി നമ്മളൊരു കോർണറിൽ നമ്മളെ അവർ കൊണ്ടുവിടുന്നു. നമ്മൾ അതിനുശേഷം സ്ട്രഗിൾ ചെയ്യുന്നു. ലൈഫ് ഓരോ മാസം കഴിയുന്നു, മാസം കഴിഞ്ഞ് അത് വർഷങ്ങളാകുന്നു, വർഷങ്ങൾ കഴിഞ്ഞ് 2 വർഷം 3 വർഷമായിട്ടും യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ നിന്ന് കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ കൂടെ പോകുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാവുന്ന അതാണ്. അത് ജർമ്മനി പോകണം എന്നൊരു ആഗ്രഹത്തിൽ പോവുകയും എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയ്യോ പെട്ടുപോയല്ലോ എന്ന് തോന്നുന്നവരും ഉണ്ട്. എന്നാൽ നല്ല പ്രോപ്പറായ വഴിയിൽ കൂടെ പോയി ലൈഫ് സെറ്റിലായി ഹസ്ബൻഡിനെ കൊണ്ടുവന്നു, കൊച്ചുങ്ങളെ കൊണ്ടുവന്നു, ഹസ്ബൻഡിനും ജോലിയായി, അവിടെയുള്ള നേഴ്സ് ചേച്ചിക്കും ജോലിയായി സൂപ്പറായിട്ട് ജീവിക്കുന്നവരെയും എനിക്കറിയാം. ഞാൻ ആദ്യം പോയ സമയത്തൊക്കെ ഞാൻ കരുതി എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ജർമ്മനി പോകുന്നതെന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ അന്ന് 1989 കാലഘട്ടത്തിലും 71 കാലഘട്ടത്തിലും ജർമ്മനി വന്നവരുണ്ട്. സോ ഇപ്പം ഈ 2024 അല്ലെങ്കിൽ 2025 ഞാൻ തിരിച്ചു പോകുമ്പം തീർച്ചയായും എനിക്കറിയാം പണ്ടത്തെ ഒരു ജർമ്മനി അല്ലെന്നും ഇപ്പോൾ ഇഷ്ടംപോലെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടെന്നും അതേപോലെ തന്നെ കുറേ മലയാളികൾ കേരളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തന്നെ ജർമ്മനിക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് പ്രോപ്പർ ചാനൽ വഴി പോവുക,
പ്രോപ്പറായിട്ട് സെറ്റിലാവുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് പരമാവധി ലാംഗ്വേജ് ലെവലായ B2 എന്ന് പറയുന്നത് ഗോത്തെ എക്സാം ബേസ്ഡ് ആണെങ്കിൽ B2 എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തീർത്തിട്ട് പോകുക ഫസ്റ്റ് കാര്യം. കാരണം അവിടെ പോയപ്പം അവിടുത്തെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും, നമ്മൾ ഈ നാട്ടിൽ പഠിക്കുന്ന ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ഒരു ടീച്ചിങ് മെത്തേഡ് തന്നെ വ്യത്യാസമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ പഠിക്കുന്ന പോലെയാണല്ലോ ഞാനിപ്പോൾ മ്യൂണിക്കിൽ പഠിക്കുന്നത് എന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് അങ്ങോട്ട് പോകാതിരിക്കുക. പരമാവധി ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ പരമാവധി സ്വന്തം നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഡിഫിക്കൽട്ടീസുകളൊക്കെ തീർത്തിട്ട് വരിക. കാരണം ആ രാജ്യത്ത് അല്ലെങ്കിൽ പുതിയൊരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഡിഫിക്കൽറ്റിയുമായിട്ട് അവിടെ ഇരിപ്പില്ലേ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഇവിടുന്നും കുറേ ഡിഫിക്കൽറ്റിയുമായിട്ട് വരുന്നു, അതേപോലെ തന്നെ അവിടെ നിന്നും കുറേ ഡിഫിക്കൽറ്റിയുമായിട്ട് വരുന്നു. അതൊരിക്കലും പോസിബിൾ അല്ല. അതെപ്പോഴും നമുക്ക് സ്ട്രഗിളുകളെ കൊണ്ടെത്തിക്കുള്ളൂ. ഇപ്പോൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അവിടെ പഠിക്കാൻ പോവുക. B2 ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു അല്ലേ. ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ശുഷ്കാന്തി ഉണ്ടാകും, അടിച്ച് പൊളിച്ചൊക്കെ പോകും. 2 ആഴ്ച അടിപൊളി, 3ാമത്തെ ആഴ്ച മഞ്ഞ് വീഴുന്നു, -ഡിഗ്രി ആവുന്നു, ഓട്ടോമാറ്റിക് നമുക്ക് ടയേർഡാകും. ഇനി സ്വന്തം കൂടി ആ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധോഗതി എന്ന് തന്നെ പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ജർമ്മനി പോകുന്ന കുട്ടികളായിക്കോട്ടെ, ജർമ്മനി ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, വേറെ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജർമ്മനിക്ക് ചുറ്റും കിടക്കുന്ന ഈ 5 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ, ദയവ് ചെയ്ത് എത്ര സമയമാണ് എടുത്തോ B2 പാസ്സായിട്ട് നിങ്ങൾ പോകുക. എന്നിട്ട് ചോദിക്കുക, അവിടെ ചെന്നിട്ട് ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ലാംഗ്വേജോ ജർമ്മൻകാർ പഠിപ്പിക്കുന്ന, അത് ജർമ്മനിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് നേറ്റീവ് ജർമ്മൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കൊണ്ടുപോകുന്നവർ തന്നെ ഒരു ലാംഗ്വേജ് കോഴ്സ് വിത്ത് സ്റ്റൈപ്പൻഡ് കിട്ടുമോ എന്നും കൂടെ ചോദിക്കാം. കാരണം നമ്മുടെ വിചാരം ഇവിടെ നേരെ ചെന്ന് എല്ലാം പെട്ടെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ് കൃത്യമായിട്ട് പിറ്റേ ദിവസം ഇറങ്ങുമ്പോൾ തന്നെ ഇതാ ജോലി എന്ന് വെച്ച് അവന് മുന്നോട്ട് വെക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതല്ല, പിന്നെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നല്ല മാസ്റ്റർ ആയി കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫ് പിന്നെ സ്മൂത്താവും. ഓക്കെ, സ്മൂത്തായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് കംപ്ലീറ്റ് യുവർ ലാംഗ്വേജ് സ്റ്റഡീസ് B2 വരെ. കാരണം ഹെൽത്ത് കെയറിലുള്ളവർക്ക് B2 മസ്റ്റായിട്ട് പറയുന്നുണ്ട്. B1 കഴിഞ്ഞ് അങ്ങോട്ട് പോയവരായിക്കോട്ടെ B2 എഴുതിയെടുക്കാനായിട്ടും അവർ പറയുന്നുണ്ട്. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് B2 കഴിഞ്ഞ് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെയാണ് നമ്മൾ ജർമ്മനിയിലെ സാലറികളും അതേപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ജോലി ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജർമ്മനിയിൽ എല്ലാവർക്കും ഒരു ബേസിക് സാലറി ഉണ്ട്. ആ സാലറിയിൽ അത് മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് ഓരോ സ്റ്റേറ്റുകളനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റേറ്റുകളനുസരിച്ച് നമ്മൾ ജീവിക്കാനുള്ള ഒരു ചിലവുണ്ടല്ലോ, ഡേ ടു ഡേ എക്സ്പെൻസസ് ഇൻക്രീസ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ മ്യൂണിക്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് കിട്ടുന്ന റവന്യൂയുടെ ഒരു പകുതി മുക്കാലും അവിടുത്തെ ഒരു എക്സ്പെൻസിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അതേ ആൾ നോർഡ്രൈൻ വെസ്റ്റ്ഫാലനിലെ കോബ്ലൻസ് അല്ലെങ്കിൽ ആ ചുറ്റുപാട് ക്യോൾൻ അല്ലെങ്കിൽ ബോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അത്ര എക്സ്പെൻസ് ഉണ്ടാവണമെന്നില്ല കമ്പയർ ടു മ്യൂണിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ, ആദ്യം നിങ്ങൾ ഒരിക്കലും വലിയ സിറ്റികളിൽ പോയി ജോലി ചെയ്യാതിരിക്കുക. എന്നാൽ അധികം ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിലും പോകാതിരിക്കുക. ഒരു മീഡിയമായിട്ട് സ്ഥലത്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ എല്ലാം ചുറ്റും കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എല്ലാം നമുക്കൊരു ഫാമിലിക്ക് ആവശ്യമായുള്ള ഒരു കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന സ്ഥലം ചൂസ് ചെയ്യാം. ഓക്കെ, നല്ല ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കാണ് നിങ്ങൾ ആദ്യമേ പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ട്രാൻസ്പോർട്ടേഷനാണ് അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാവണം. വണ്ടി ഇല്ലെങ്കിൽ ആ സമയത്ത് ബസ് നോക്കിയിരിക്കണം. ചിലപ്പം നേഴ്സുമാർ, ഫോർ എക്സാമ്പിൾ നേഴ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, നേഴ്സുമാർക്ക് ഷിഫ്റ്റുകൾ, ഡീമിസ്റ്റുകൾ മാറും. അത് മോർണിംഗ് ആയിക്കോട്ടെ, ആഫ്റ്റർനൂൺ ആയിക്കോട്ടെ, അല്ലെ ഈവൻ നൈറ്റ് ഷിഫ്റ്റ് ആയിക്കോട്ടെ. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു വണ്ടിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മീഡിയമായിട്ട് അധികം എക്സ്പെൻസ് ഇല്ലാത്ത സിറ്റികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ജോലികൾ 3 തരത്തിലാണ് നേഴ്സുമാർ വരിക. ഒന്ന് നമുക്ക് ആൾട്ടൻഫ്ലീഗ്, അതായത് ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുക, അതായത് നമ്മളിപ്പോൾ ഒരു സോക്കോൾഡ് കെയർ ഗീവർ, റൈറ്റ്.
ആ ഒരു ജോലി. രണ്ടാമത്തേത് വരുന്ന നേഴ്സിംഗ് ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുക. മൂന്നാമതായിക്കോട്ടെ ക്ലിനിക്സിൽ ജോലി ചെയ്യുക. ഈ 3 എണ്ണമാണ്. പക്ഷെ 3 എണ്ണത്തിനും അതിൻ്റേതായ ദോഷങ്ങളുണ്ട്, അതിൻ്റേതായ നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പേഴ്സണലി പറയുന്നത്, യങ്ങായിരിക്കുന്നവർ തൽക്കാലത്തേക്ക്, അല്ലെങ്കിൽ അതായത് ഒരു 25 ഇയേഴ്സിനൊക്കെ ഏജ് കുറവുള്ളവരോ അല്ലെങ്കിൽ 28 വയസ്സിൽ കുറവുള്ളവരൊക്കെ ഡയറക്റ്റ് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവാതിരിക്കുക. പക്ഷെ പോകുന്നത് തെറ്റില്ല, പോകാതിരിക്കുക. കാരണം നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു മച്യൂരിറ്റിയൊക്കെ ആയിട്ട് പോവുക എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ പറയാനായിട്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഓക്കെ. അല്ലാത്ത പക്ഷം ഈ ഒരു 3 ഏരിയകളിൽ നേഴ്സുമാരുടെ നല്ല ഷോർട്ടേജ് ഉണ്ട്. എനിക്കറിയാം, നേഴ്സുമാരില്ലാത്തത് കൊണ്ട് മാത്രം സ്റ്റോപ്പ് ചെയ്യേണ്ട ഹോസ്പിറ്റൽസുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തരാം. എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ അവിടെ ചെന്നിട്ട് അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് ഈസി ആവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, മറിച്ച് രണ്ടാമത്തെ പാർട്ട് ഇതിൻ്റെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പഠിക്കുക, പരമാവധി ലാംഗ്വേജ് പഠിക്കുക. ഡേ ടു ഡേ കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് പഠിക്കുക. കാരണം അതേപോലെ തന്നെ ഔഷ്പ്രാഹുകൾ, പ്രൊണൗൺസിയേഷൻ കൃത്യമാക്കുക. ഇതൊക്കെ എക്സ്ട്രീം ആകണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ അറിയണം. സോ കുറച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം ജർമ്മനി ലാംഗ്വേജ് മസ്റ്റാണ്. ആരൊക്കെ പറയാം ഓക്കെ ജർമ്മനിയിൽ ലാംഗ്വേജ് വലിയ പ്രധാനമില്ല എന്നൊക്കെ പറഞ്ഞാലും സോ അത് തന്നെ റോങ് ആണ്. കാരണം ജർമ്മനി എന്ന് പറയുന്ന കൺട്രി ആയിക്കോട്ടെ, അതിന് ചുറ്റും കിടക്കുന്ന നെതർലാൻഡിലൊക്കെ ഇംഗ്ലീഷും പോസിബിളാണ്. പക്ഷേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്പനീസ് ഉണ്ട്, പക്ഷേ അതെല്ലാവർക്കും അക്സസിബിൾ ആവണമെന്നില്ല. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ചൂസ് വൈസ്ലി, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഈ 3 കാറ്റഗറിയിൽ ഏത് ജോലി എടുക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി, സാലറി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിട്ടും ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ബേസ് സാലറികളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ട്. പക്ഷേ ജെന്യൂനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് കാരണം അവിടെ ഒരു കൊച്ചു ലോകമാണ് നമ്മൾ ഡ്രീം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കോർണർ ഒരാൾ തന്നെ ജീവിക്കുക, അവൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുകയല്ല. നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഡ്രീമിൻ്റെ ഭാഗമാണ്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻസിമാരോട് ചോദിക്കുക അവിടെ മലയാളീസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. എന്ന് വെച്ച് ആ മലയാളീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, ലാംഗ്വേജ് നമ്മൾ പഠിക്കത്തില്ല. പക്ഷേ എങ്കിലും ഒരാൾ കയ്യെത്തും ദൂരത്ത് ഉള്ളത് എപ്പോഴും നല്ലതാണ്, നമ്മുടെ ഫാമിലി റീയൂണിയൻ നടക്കുന്നിടം വരെ. സോ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് പാർട്ട് ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ടിൽ കൃത്യമായിട്ട് നമുക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ളതും അതേപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിനെ കുറിച്ചുള്ളതൊക്കെയാണ് വീഡിയോ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.